ഉള്ളില്ലാത്തതുകൊണ്ട് ഉള്ളുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് കട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നടുവിലുള്ള മുടിയിൽ ഒരു 3 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് സ്ട്രൈറ്റായിട്ട് ബാക്ക് സൈഡ് മാത്രം സ്ട്രൈറ്റ് കിട്ടി. നമ്മൾ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, തുടങ്ങല. സൈഡ് വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഗൈഡ് ലൈൻ എടുക്കുന്നു, എന്നിട്ട് ലൈറ്റ് വെർട്ടിക്കലായിട്ട് പിടിക്കുന്നു. ലൈറ്റായിട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ഓക്കെ, അതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത സൈഡ് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബേസ്, അപ്പം ഹെയറിൻ്റെ ബേസ് ആയി കഴിഞ്ഞു. വെർട്ടിക്കലായിട്ട് പിടിക്കുക. അങ്ങനെ ലൈറ്റ് യൂവായിട്ട് കിട്ടി. ഇപ്പം നമുക്ക് ബേസ് നല്ല ഉള്ളുള്ള പോലെ തോന്നാനുള്ള മാർഗങ്ങളായി. ഓക്കെ, ഇനി നമ്മൾ ലെയർ കട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഈ തലേന്നൊരു ഗോള രൂപത്തിൽ മൈൻഡിൽ കണ്ടിട്ട് ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണം. ഗൈഡ് ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ലെയർ വെട്ടുമ്പോൾ എല്ലാതും ഒരേ ലെങ്ത്തിൽ പോകുന്നു കിട്ടും. അപ്പോൾ ഗൈഡ് ലൈൻ ഫസ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഗൈഡ് ലൈൻ എടുക്കുന്നു. ഈ വിധത്തിൽ നോക്കുമ്പോൾ നമുക്ക് സെൻട്രൽ പൊസിഷൻ വരുന്നത് ക്രസ്റ്റ് ഏരിയയാണ്. ഇനി ടോട്ടൽ ലെങ്ത്തിൻ്റെ 3/4 അളവെടുക്കുന്നു. 3/4 അളവെടുക്കുക. ഇത് 90 ഡിഗ്രി ബാക്കിലോട്ട്, ഇത് 120 ഡിഗ്രിയിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഗൈഡ് ലൈൻ ഓക്കെ. ഇനി നമ്മളിതിനെ രണ്ട് സെക്ഷനും മാറ്റി വയ്ക്കുന്നു. 2 സെക്ഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കിന് ലെയർ ഉണ്ടാക്കുന്നു. ഇതിനെ 3 പൊസിഷനിലാക്കുന്നു. ബാക്ക് ടോട്ടൽ ഹെയറിനെ 3 പൊസിഷനിലാക്കുന്നു. അതാത് ഏരിയയിലേക്ക് കൊണ്ടുവന്ന് അതാത് ആംഗിളിൽ കൊണ്ടുവന്നിട്ട് 120 ഡിഗ്രി കൊണ്ടുവന്ന് ഗൈഡ് ലൈനും കൂടി ചേർത്ത് വെട്ടുന്നു. അപ്പോൾ അവിടെ യു കട്ട് ചെയ്ത് പോയിരുന്നു. യുവിൻ്റെ കറക്റ്റ് അളവായി മാറും. ഓക്കെ, അപ്പം യു കട്ടായി പോവില്ല. ബേസ് ഹെയർ കട്ട് ചെയ്ത് പോകാതെ കട്ട് ചെയ്യും. അപ്പോൾ 3 പൊസിഷനിലാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുന്ന 3 സെക്ഷൻ 3 ആംഗിളിലേക്ക് ആയിരിക്കണം കൊണ്ടുവരുന്നത്. 3 സെക്ഷൻ 3 ആംഗിളിലേക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് നടുവിലത്തെ ഭാഗം നടുവിലോട്ട്, ബാക്കിൽ നടുവിലോട്ട് കൊണ്ടുവരണം. സൈഡിലെ ഭാഗം സൈഡിലോട്ട് കൊണ്ടുവരണം. ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് വിട്ടാൽ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു 120 ഡിഗ്രിയിൽ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ലൈൻ എടുത്ത് അതേ ഡിഗ്രിയിൽ ഓരോന്നും പൊസിഷൻ മാറ്റി. മാറ്റി ചെയ്യും. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഈ ബാക്ക് വെട്ടിട്ട മുടീനെ 2 സെക്ഷനായിട്ട് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഫിനിഷിങ് ആക്കിയിട്ട് അകന്ന കോമ്പൗണ്ട് വെച്ചിട്ട് വെട്ടി അതിൽ വല്ല മിസ്സിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. എനിക്ക് ആദ്യം 90 പിടിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 120 പിടിച്ചു. ഇനി ഇത്
അതായത് കോർണറിലേക്ക് പിടിക്കണം. ബാക്കിൻ്റെ അതിനെന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രം വെട്ടിയാൽ മതി. അപ്പം നന്നായി ഇരിക്കാൻ പിടിക്കുക. ചെറിയൊരു മിനുസപ്പെടുത്തുക. പിന്നെ അത് കഴിഞ്ഞ് 120 പിടിക്കുക. അതൊന്ന് മിനുസപ്പെടുത്തുക. ഓക്കെ. അപ്പം നമ്മൾ ബാക്ക് ലെയർ വെട്ടി കഴിഞ്ഞു. ഓക്കെ. ഓക്കെ. അപ്പം നമ്മൾ ബാക്ക് ലെയർ വെട്ടി കഴിഞ്ഞു. ഓക്കെ. എടുക്കുക റൈറ്റില്ല. അതിനെ രണ്ടായിട്ട് ക്ലിപ്പ് ചെയ്യുക. ഗൈഡ് ലൈൻ അവിടെ നിർത്തുക. പഴയ ഗൈഡ് ലൈനിൽ നിന്ന് തന്നെ ഒരു സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഇയറിൻ്റെ തൊട്ട് ബാക്കിലോട്ട് 120 കൊണ്ടുവരിക. അപ്പോൾ യുവിൻ്റെ ബാലൻസ് ഹെയറുകൾ കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് 120 വരുമ്പോൾ അത് കറക്റ്റാണെന്ന് വെച്ചാൽ അത് കട്ടായി പോയില്ല. ഒന്നും കൂടി 90ലേക്ക് പോയാൽ അത് കട്ടായി പോയി കഴിയും. അപ്പോൾ യു ബേസില്ലാണ്ടാവും. അപ്പോൾ വീണ്ടും ബേസ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ. അടുത്ത സെക്ഷൻ എടുക്കുക. അതേപോലെ അധികം കട്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ടോപ്പിൽ വരുന്ന ലെയർ. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക.